നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തോ അപശകുനം സംഭവിക്കാൻ പോവാണല്ലോ. സ്വാമിജി വരൂ. പാർവതി, എന്താ നീ കാണിച്ചേ? നിനക്കെന്താ കണ്ണു കണ്ടൂടെ? എടി, നീ എന്തിനാ വെപ്രാളം പിടിച്ച് ഇങ്ങോട്ട് ഓടി വന്നത്? നിനക്ക് എന്താടി വേണ്ടത്? ഡി, ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് എന്താ വേണ്ടതെന്ന്? ഇദ്ദേഹം ഷഷ്ടിപൂർത്തി ചടങ്ങിന് പൂജ നടത്താൻ വന്ന സ്വാമിജിയല്ലേ? അതെ, ഞാൻ തന്നെയാണ് ഇവിടെ പൂജ നടത്തുന്നത്. സ്വാമിജി, അങ്ങേക്ക് എന്തോ വലിയ ആപത്ത് സംഭവിക്കാൻ പോവാണ്. നീ എന്താ പറഞ്ഞത്? സ്വാമിജിയോട് മടങ്ങി പോകാൻ നീ കൽപ്പിക്കുന്നോ? ഇദ്ദേഹം ആരാണെന്ന് അറിയാത്തത് കൊണ്ടാ നിന്റെ ഈ ധിക്കാരം. ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞതിനെ ധിക്കാരമായി ഒന്നും കണക്കാക്കരുത്. ഇദ്ദേഹത്തിന് ആപത്ത് സംഭവിക്കും. എന്റെ മനസ്സ് എന്നോട് ആവർത്തിച്ച് പറയുവാ. പിന്നെ നിന്റെ മനസ്സിൽ തോന്നുന്ന പോലെയല്ലേ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇതാരാണ്? ആരാ ഈ പെൺകുട്ടി? സ്വാമിജി, ഇതാണ് പാർവതി, വിശാലിന്റെ ഭാര്യ. സ്വാമിജി, ഞാൻ വെറും വാക്ക് പറയുന്നതല്ല. എന്റെ മനസ്സിൽ ചില നിമിത്തങ്ങൾ തോന്നിയോ അത് അതുപോലെ സംഭവിക്കും. അത് അച്ചട്ടാ. അങ്ങേക്ക് ഒരു തരത്തിലും ഒരാപത്ത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ അങ്ങയോട് മടങ്ങി പോവാൻ ഞാൻ ആവശ്യപ്പെട്ടത്. ഇത് ഒരിക്കലും ധിക്കാരമല്ല, ആത്മീയമല്ല, അപേക്ഷയാണ്. ദയവ് ചെയ്ത് അങ്ങ് തിരിച്ചു പോണം. കുട്ടി, നമുക്ക് എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി അറിയാൻ പറ്റും. നമുക്ക് ആപത്ത് സംഭവിക്കുമെന്ന് കരുതി നീ ഭയപ്പെടുകയോ സങ്കടപ്പെടുകയോ വേണ്ട. സ്വാമിജി പറഞ്ഞ കേട്ടല്ലോ, അദ്ദേഹത്തിനെ കാര്യങ്ങളൊക്കെ അറിയാം. നിന്റെ ഉപദേശം ഒന്നും ഇവിടെ വേണ്ട. സ്വാമിജി വരണം. വരണം സ്വാമിജി. ആയിക്കോട്ടെ. വരൂ. വലിയൊരു ആപത്ത് സംഭവിക്കാൻ പോകുന്ന വിവരം സ്വാമിജി മനസ്സിലാക്കുന്നില്ലല്ലോ. പല്ലവി, നീ എന്താ സ്വാമിജിയെ ചോദ്യം ചെയ്യുകയാണോ? ഇദ്ദേഹം ആരാണെന്ന് അറിഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അയ്യോ, ഞാൻ സ്വാമിജിയെ ചോദ്യം ചെയ്തതൊന്നും അല്ല. എന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ദേ, അധികം സംശയമൊന്നും നീ ചോദിക്കണ്ട.
ഇദ്ദേഹത്തിന്റെ മുന്നിൽ നേർക്ക് നേർ നിൽക്കാനുള്ള വളർച്ചയും പക്വതയൊന്നും നിനക്കായിട്ടില്ല. അതുകൊണ്ട് നീ ആ പൂക്കൾ ഇവിടെ വെച്ചിട്ട് സ്വാമിജിയെ ശല്യപ്പെടുത്താതെ ഇവിടുന്ന് പോയേ. പോ. അമ്മേ, ഞാൻ ആ, ഒന്നും പറയണ്ട. നിന്നോട് ഇവിടുന്ന് പോവാനല്ലേ പറഞ്ഞത്? പോ. പോകാൻ. കുട്ടിക്കാലം മുതൽക്കേ പൂജയും കർമ്മങ്ങളും കളങ്ങളും ചാർത്തുകളും കണ്ട് വളർന്നവളാ ഞാൻ. ഒരു കളം കണ്ടാൽ എനിക്കറിയാം അത് എന്തിനാണെന്ന്. ഷഷ്ടിപൂർത്തിക്ക് വരയ്ക്കാത്ത കളം എന്തിനാ ഇവിടെ വരയ്ക്കുന്നത്? ഞാനത് ചോദിച്ചപ്പോ വലിയ തെറ്റായിപ്പോയോ? പല്ലവി, എന്താടോ മുഖം കടന്നിലോത്തിയ പോലെ ഉണ്ടല്ലോ, എന്തുപറ്റി? എടോ, ഞാൻ ചോദിച്ചതിന് മറുപടി പറയേ. താൻ എന്തിനാ ഇങ്ങനെ മുഖം വെറുപ്പിച്ച് നിൽക്കുന്ന? ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? ആ, പറഞ്ഞു. ആരെ വഴക്ക് പറഞ്ഞു? സാറിന്റെ അമ്മ. എന്റെ അമ്മയോ? എന്റെ അമ്മ തന്നെ വഴക്ക് പറയാനും മാത്രം താൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? താഴെ നടക്കുന്നൊന്നും വിപിൻ സാറ് കാണുന്നില്ലേ? അവിടെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കല്ലേ? അയാള് ആ സ്വാമിജി അവിടെ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? അയാൾ അവിടെ ആവശ്യമില്ലാത്ത ചക്രങ്ങളും കളങ്ങളും വരച്ച് പൂജ നടത്താൻ പോവാ. അത് ഷഷ്ടിപൂർത്തിക്ക് വരയ്ക്കുന്ന കളമല്ല. അതെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ആ കളം എന്തിനാ വരയ്ക്കുന്നതെന്ന് ഞാൻ സ്വാമിയോട് ചോദിച്ചു. അത് സാറിന്റെ അമ്മയ്ക്ക് ഇഷ്ടമായില്ല. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നെന്ന് പറഞ്ഞ് എന്നെ കുറെ വഴക്ക് പറഞ്ഞു. ശരി ശരി, നീ സമാധാനിക്ക്. തെറ്റ് കണ്ട് അത് ചൂണ്ടിക്കാണിക്കാൻ പാടില്ലേ? എന്റെ മുത്തശ്ശൻ ധാരാളം ഷഷ്ടിപൂർത്തിക്ക് പൂജ നടത്തിയിട്ടുണ്ട്. അതിലെ കുറച്ച് പൂജകൾക്ക് ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊന്നും ഒരിക്കലും ഇങ്ങനൊരു കളം വരച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇത് ചിലപ്പോ വേറെന്തെങ്കിലും ആചാരവിധി പ്രകാരം വരയ്ക്കുന്ന കളമാണെങ്കിലോ? ഒന്നുമല്ല. ആ സ്വാമി ആളത്ര ശരിയല്ല. അയാള് സ്വാമിയുടെ വേഷം കിട്ടി എല്ലാരെയും പറ്റിക്കുവാണെന്ന് എനിക്ക് തോന്നുന്നേ. ആവശ്യമില്ലാത്ത കളം വരച്ച് പൂജ നടത്തിയാലേ അതിന്റെ ദോഷം ഈ കുടുംബത്തിലുള്ളവർ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാ ഞാനത് ചോദിച്ചത്. അത് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.